കേരളത്തിലെ വിവിധ സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാർ തങ്ങളുടെ കേസ് നടത്തിപ്പുകൾക്ക് ചെലവിട്ട തുക തിരിച്ചടയ്ക്കണമെന്ന് ഗവർണറുടെ ഉത്തരവ്. VC നിയമനങ്ങൾ അസാധുവാക്കിയ ഗവർണറുടെ നടപടി ചോദ്യം ചെയ്ത് ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും സമീപിച്ച വൈസ് ചാൻസലർമാർ കോടതി ചെലവുകൾക്കായി വിവിധ സർവകലാശാലകളുടെ ഫണ്ടിൽ നിന്നും വിനിയോഗിച്ച 1,13,00,000 രൂപ തിരിച്ചടയ്ക്കണമെന്നാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഉത്തരവിൽ പറയുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥർ സ്വന്തം കേസുകൾ അവരവരുടെ പണം ഉപയോഗിച്ച് നടത്തണം എന്ന നിയമത്തെ മുൻനിർത്തിയാണ് ഗവർണറുടെ നിർദ്ദേശം. നിയമന വിവാദത്തിൽ കേസ് നടത്താൻ കണ്ണൂർ സർവകലാശാല VC ഗോപിനാഥ് രവീന്ദ്രൻ ചെലവഴിച്ച തുകയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ. 69,25,340 രൂപയാണ് കേസ് നടത്താൻ കണ്ണൂർ സർവകലാശാല VC ചെലവിട്ടത്. കൂടാതെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി KK രാഗേഷിന്റെ ഭാര്യ പ്രിയ വർഗീസിനെ സർവകലാശാലയിൽ അധ്യാപികയായി നിയമിച്ചതുമായി ബന്ധപ്പെട്ട കേസിലും സർവകലാശാല 7,80,000 രൂപ ചെലവഴിച്ചിരുന്നു. ഇത് രണ്ടും കൂടി പരിഗണിച്ചാൽ കണ്ണൂർ സർവകലാശാലയാവും ഏറ്റവും അധികം തുക തിരിച്ചടക്കേണ്ടി വരിക. വ്യക്തിപരമായ വ്യത്യസ്ത കേസുകളിൽ VCമാർ ചെലവഴിച്ച തുകയുടെ വിവരങ്ങൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R ബിന്ദു നിയമസഭയിൽ അവതരിപ്പിച്ച കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ജീവനക്കാർക്കും സർവകലാശാലക്കുമെതിരെ നടപടി ആവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ ഗവർണർക്ക് നൽകിയ പരാതിയിലാണ് ഈ നടപടിയുണ്ടായിരിക്കുന്നത്. കുഫോസ് VC ആയിരുന്ന ഡോക്ടർ റിജി ജോൺ 36 ലക്ഷം രൂപയും സാങ്കേതിക സർവകലാശാല VC ആയിരുന്ന ഡോക്ടർ MS ജയശ്രീ 1.5 ലക്ഷം രൂപയും കാലിക്കറ്റ് VC ഡോക്ടർ MK ജയരാജ് 4,25,000 രൂപയും കുസാറ്റ് VC ഡോക്ടർ KN മധുസൂദനൻ 77,500 രൂപയും മലയാളം സർവകലാശാല VC ആയിരുന്ന ഡോക്ടർ V അനിൽകുമാർ 1 ലക്ഷം രൂപയും ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി VC ഡോക്ടർ മുബാറക് പാഷ 53,000 രൂപയും സർവകലാശാല ഫണ്ടിൽ നിന്നും ചെലവിട്ടതായാണ് മന്ത്രി നിയമസഭയെ രേഖാമൂലം അറിയിച്ചിരുന്നത്. ന്യൂസ് ഡെസ്ക് ട്രൂത്ത് ലൈവ്.